ഇത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പച്ചക്കറികളൊക്കെ നട്ടു, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമ്മുടെ പയറൊക്കെ കണ്ടോ, പയറൊക്കെ വലുതായി. ഇവിടെ കുറേ പയറുകളായി, പയറുകളൊക്കെ ഇഷ്ടംപോലെയായി. പിന്നെ ക്യാബേജ് ആയിട്ടുണ്ട്, 2 ക്യാബേജ് ആയിട്ടുണ്ട്. നമ്മുടെ ഇതുമ്മ വഴുതനേമ്മ പൂവിട്ടു, കണ്ടോ പൂവിട്ടു. ഇഷ്ടംപോലെ പയറായി, നമുക്ക് കറിയൊക്കെ വയ്ക്കാനുള്ളതായിട്ടുണ്ട്. പക്ഷെ ഇത് എലി തിന്നണുണ്ട് കണ്ടോ. അങ്ങനെ നമുക്ക് ആവശ്യം പോലെ ഇതായിട്ടുണ്ട്. തക്കാളി കായായി തുടങ്ങി. നമ്മുടെ പയറുകളാണ് കാണുന്നത്. ഒത്തിരിയായിട്ട് കറിക്ക് പൊട്ടിക്കാറായി. അതേപോലെ നമ്മൾ നട്ട പച്ചമുളക്, ഒത്തിരി പച്ചമുളകായിട്ട് നമുക്ക് ഇത് കണ്ടോ, ഇഷ്ടംപോലെ പച്ചമുളകായി. വലിയ കാന്താരിയാണ്, വെള്ളക്കാന്താരി എന്ന് പറയില്ലേ, വലിയ മുളകാണ് ഇത്. നമ്മുടെ കൊള്ളി ഉഷാറായി. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഞാൻ പയർ കുത്തിയിട്ട് പയർ കണ്ടോ, പയറുകളങ്ങനെ വാർന്നു വീണെടുപ്പുണ്ട്. ഇനി പാവയ്ക്ക പൊട്ടിക്കാറായിട്ടില്ല. ഇഷ്ടംപോലെ പാവയ്ക്ക നമുക്ക് വാർന്നു വീണ് കിട്ടിയുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പാവയ്ക്കുണ്ട്, താഴെയുണ്ട്. ഒത്തിരി പാവയ്ക്കകൾ വാർന്നു വീണുണ്ട്. കുഞ്ഞുങ്ങൾ കുറേ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ ഒരു പാവയ്ക്ക് പയർ കുത്തിയാലുണ്ട്, അതും ഉഷാറായിട്ട് വന്നിട്ട് ഏറ്റവും പോരാ. ഇനി ഒരു കൊമ്പും കൂടി കുഴിച്ചിടണം. ഇവിടുത്തെ തക്കാളി പൂവിട്ടു. അങ്ങനെ ഇന്ന് നമുക്ക് പച്ചക്കറിയുടെ വീഡിയോ കാണാം. പച്ചക്കറി എല്ലാവരും ഇച്ചിരി സമയം കിട്ടുമ്പോൾ, ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വൈകുന്നേരം നേരത്താണ് ഇതിനെ സംരക്ഷിക്കുന്നത്. രാവിലെ നനച്ച് പോവും, വൈകുന്നേരമാണ് പൂർണ്ണ സംരക്ഷണം ഇവർക്ക് കൊടുക്കണം. അതേപോലെ വേപ്പും തൈ ഒന്നും പിടിക്കാറില്ല വീട്ടിൽ. നല്ല ഉഷാറായിട്ട് വേപ്പും തൈ വന്നു. വേപ്പും തൈ തന്നെ പിടിച്ചിട്ട് 10-30 കൊല്ലമായിട്ട് വേപ്പും തൈ പിടിച്ച് കിട്ടാറില്ല. പയറുകൾ എലി തിന്ന് കൂട്ടിയിട്ടാണെങ്കിൽ കണ്ടോ, എലിയുടെ പണിയുണ്ടോ. പയറുകൾ ഫുള്ളും പൊട്ടിച്ച് മനുഷ്യൻ കിള്ളി എടുക്കണ പോലെ പൊളിച്ച് അവർ തിന്നതാണ് ഈ കാണുന്നത്. ഒത്തിരി പയറുകൾ പോയി. ഇനി പിടിച്ചു, പച്ചക്കറിക്കള്ളനെ അങ്ങനെ പിടിച്ചു. ഇന്നലെയും പിടിച്ചു ഒരെണ്ണത്തിന്. ഇന്ന് പിന്നെ നാട് കടത്താൻ പോകണം ഞങ്ങൾ. കണ്ടോ, നമ്മുടെ വലിയ പെരുങ്കള്ളനെയാണ് പിടിച്ചത്. ഇതേപോലെ തന്നെ ഒരു പെരുങ്കള്ളനെ ഇന്നലെ പിടിച്ചു, അതിനെ നാട് കെട്ടി. ഇന്ന് ഇതിനെ പുഴയ്ക്കക്കര കടത്തും. കാരണം അവൻ പുഴയിൽ പോയി നീന്തി മീനെ പിടിച്ച് തിന്നട്ടെ. ഇത് കൊല്ലില്ല, പുഴയ്ക്കക്കരയ്ക്ക് കടത്തും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ, എല്ലാവരും വീഡിയോ കാണാം. ചെറിയ ചെറിയ കൃഷികൾ നമ്മൾ ചെയ്ത് നമ്മുടെ അടുക്കള ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഞാൻ കുറേ ചീരയൊക്കെ നട്ടിട്ടുണ്ട്. ചീരപ്പാവിയൊക്കെ നമുക്ക് ആഴ്ചയിൽ 1, 2, 3 പ്രാവശ്യം ചീരപ്പേരി വയ്ക്കും. ഇലക്കറികളൊക്കെ നല്ലതല്ലേ. അതേപോലെയാണ് പച്ചക്കറികൾ. നമ്മുടെ വീട്ടിൽ നടന്ന പച്ചക്കറിക്കൊക്കെ പോഷകാംശങ്ങൾ കൂടുതലുണ്ടാവും, കെമിക്കലില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ ശ്രമിക്കാം. കുറച്ച് സമയം ഇവരായിട്ട് നമ്മൾ ഇടപഴകി വരുമ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ല ഉഷാറിൽ വരും, നമ്മുടെ സ്പർശനങ്ങളെ ഏറ്റു വരുമ്പോൾ. ഓക്കെ, അതാണ് മെയിൻ വളമായിട്ട് വരാം. ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടിട്ടില്ല, ചാണപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇഷ്ടം പോലെ പയറായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.